അല്ല വി പി, ഒരു സംശയം ചോദിച്ചോട്ടെ? നമ്മളിനി അങ്ങോട്ട് ഇവിടെ തന്നെയാണോ താമസം തുടരാൻ പോകുന്നത്? തനിക്കെന്താ അങ്ങനെ ഒരു സംശയം? അല്ല, 2-3 ദിവസം ഇവിടെ താമസിച്ചിട്ട് വീണ്ടും നമ്മുടെ വീട്ടിൽ നെഗറ്റീവ് എനർജി ആണെന്ന് വി പിക്ക് തോന്നിയാലോ എന്ന് കരുതിയിട്ട് ചോദിച്ചാ. വീണ്ടും ഒരു ഷിഫ്റ്റിങ്ങിന് ഉദ്ദേശം ഉണ്ടെങ്കിലേ പെട്ടിന്ന് വീണ്ടും ഇതൊന്ന് അൺലോഡ് ചെയ്ത് സമയം കളയണ്ടല്ലോ എന്ന് കരുതി ചോദിച്ചാ. ഓ, ഇയാളെന്നെ കളിയാക്കായിരുന്നു അല്ലേ? അതായത് ഇവിടുന്ന് കുറച്ചു ദിവസം മാറി നിൽക്കാന്ന് പറഞ്ഞത് എനിക്ക് തോന്നിയ മണ്ടൻ ഐഡിയ ആണെന്ന്. അമ്മയും മോളെ അങ്ങനെ വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിച്ചോ. പക്ഷെ എന്റെ തീരുമാനം കൊണ്ട് ഗുണമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അതൊരു ഏകപക്ഷീയമായ അഭിപ്രായമൊന്നുമല്ല, സത്യം അതാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്ക് അത് മനസ്സിലാവുകയും ചെയ്തു. എന്നിട്ടും ഒരു ഗുണം ഉണ്ടായിട്ടില്ല എന്ന് സമർത്ഥിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ആയിക്കോ, എനിക്ക് പരാതിയൊന്നുമില്ല. പിണങ്ങാൻ വേണ്ടി പറഞ്ഞല്ല ഞാൻ. സത്യം പറഞ്ഞ ഇവിടുന്ന് കുറച്ചു ദിവസം ആ വീട്ടിലേക്ക് മാറിയത് കൊണ്ട് എന്താ ഗുണം ഉണ്ടായെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. ഇനി ചോദിച്ച ഒരു കളിയാക്കലായി പോയിന്ന് വി പിക്ക് തോന്നിയെങ്കിൽ ഐ എം സോറി. ചോദിച്ചത് ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു. എന്താ ആലോചിക്കുന്നേ? ഹാ, ഇത് കൊള്ളാം. ഇപ്പോഴും പിണക്കത്തിൽ എന്നോട്? പോട്ടെ വി പി, ഞാൻ വെറുതെ ചോദിച്ചാണെന്ന് പറഞ്ഞല്ലോ. ഇനി അതിങ്ങനെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന എന്തിനാ? ദാ ചായ കുടിക്ക്. നോക്ക് ഗീത, താനൊരു തമാശയ്ക്ക് വേണ്ടിയാവും അത് ചോദിച്ചത്. പക്ഷെ അപ്പുവിന്റെ മുന്നിൽ വെച്ച് ആ ചോദ്യം എനിക്കൊരു ഇൻസൾട്ടായിട്ടാണ് ഫീൽ ചെയ്തത്. കുറച്ച് ദിവസത്തേക്ക് ഇവിടെ നിന്നൊന്ന് മാറി നിൽക്കാന്ന് പറഞ്ഞത് എന്തോ മഹാപരാധമായി പോയി എന്ന മട്ടിൽ താൻ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് കാണുമ്പോൾ അപ്പൂനും അങ്ങനെയല്ലേ തോന്നുള്ളൂ. അവളുടെ റിയാക്ഷനും അങ്ങനെ തന്നെയായിരുന്നു. ഞാനൊരു കാര്യം തുറന്ന് പറയുന്നത് കൊണ്ട് വി പിക്ക് വിഷമം തോന്നരുത്. ഇനി ഞാൻ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചില്ലെങ്കിലും വി പിയുടേതൊരു മണ്ടൻ തീരുമാനമായിട്ടേ അപ്പൂന് തോന്നിയിട്ടുള്ളൂ. അത് അവിടെ വെച്ച് തന്നെ 1-2 വട്ടം അവളെ സൂചിപ്പിക്കുകയും ചെയ്തു. നോ, എന്റെ തീരുമാനം ശരിയായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോഴും എന്റെ വിശ്വാസം. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഉറപ്പിച്ചു പറയുന്നത് എന്നതിന്റെ കാരണം തനിക്കെങ്ങനെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. പിന്നെ എന്തിനായിരുന്നു അങ്ങനെ ഒരു പരിഹാസം, അതും അപ്പുവിന്റെ മുന്നിൽ വെച്ച്? സമ്മതിക്കുന്നു, ചോദിച്ചത് തെറ്റായിപ്പോയെങ്കിൽ എന്നോട് ക്ഷമിക്ക്. പക്ഷേ എനിക്കിപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യം ചോദിച്ചോട്ടെ? ഇവിടെ നമുക്കിടയിൽ ഇത്ര ഇഷ്യൂസ് ഉണ്ടായത് ഈ വീടിന്റെ കുഴപ്പം കൊണ്ടാണെന്ന്, അല്ലെങ്കിൽ ഇവിടുന്ന് കുറച്ചുനാൾ എങ്ങോട്ടെങ്കിലും മാറിയാൽ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം മാറുമെന്ന് എന്ത് ബേസിസിലാണ് വി പി സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്? അത് ശരി, ഇപ്പോഴും താൻ തന്റെ സ്റ്റേറ്റ്മെന്റിൽ ഉറച്ചു നിൽക്കുകയാണല്ലേ? മറിച്ച് ചിന്തിക്കാൻ എനിക്ക് പ്രത്യേകിച്ച് കാരണമൊന്നും തോന്നില്ല. ഇനി അതുകൊണ്ടാണ് അപ്പുവിന്റെ മനസ്സ് മാറിയതെന്നും നമ്മൾ പറയുന്നതൊക്കെ അനുസരിക്കാൻ അവൾ തയ്യാറായതെന്നും ആണോ വി പി പറഞ്ഞു വരുന്നത്? എങ്കിൽ നമ്മൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് തന്നെ അപ്പു വി പിയുടെ ആവശ്യങ്ങളോ ആഗ്രഹങ്ങളോ ഒക്കെ സമ്മതിച്ചതായിരുന്നല്ലോ. ഓക്കെ, ഞാനത് നിഷേധിക്കുന്നില്ല. പക്ഷേ അതിനപ്പുറം ചില നല്ല കാര്യങ്ങൾ കൂടി നമ്മൾ അങ്ങോട്ട് മാറിയതിനു ശേഷം ഉണ്ടായില്ലേ? അപ്പുവിൻ്റെ കാര്യം മാത്രമല്ല, താൻ പോലും കുറച്ച് റിലാക്സ്ഡ് ആയത് നമ്മൾ അങ്ങോട്ട് മാറിയതിനു ശേഷമല്ലേ? എൻ്റെ കാര്യത്തിലും അതെ. ഇവിടെ ആയിരുന്നെങ്കിൽ നമ്മൾ 3 പേരും കൂടി എൻ്റെ ബർത്ത്ഡേ ഇത്ര ഭംഗിയായി സെലിബ്രേറ്റ് ചെയ്യാമെന്ന് പോലും ഞാൻ സംശയിക്കുന്നുണ്ട്. എന്താ ചിരിച്ചു കളഞ്ഞത്? ഞാൻ പറഞ്ഞതൊക്കെ വെറും ബാലിശമായ കാര്യങ്ങളാണെന്ന് തോന്നിയിട്ടാവൂല്ലേ? ഏയ്, വി പിക്ക് വന്ന മാറ്റം ഓർത്ത് ചിരിച്ചെന്നേ ഉള്ളൂ. സ്വന്തം കഴിവിലും ചിന്തയിലും മൈൻഡ് സെറ്റിലും ഒക്കെ ആയിരുന്നു എനിക്കറിയാവുന്ന വി പിക്ക് കൂടുതൽ വിശ്വാസം. അങ്ങനെ ഒരാള് എത്ര പെട്ടെന്നാ നിമിത്തത്തിലും ലക്ഷണത്തിലും ഒക്കെ വിശ്വസിക്കുന്നത്? സത്യം പറഞ്ഞാ ഇങ്ങനെ ഒരു ചേഞ്ച് ഞാൻ വി പിന്ന് ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടേ ഇല്ല. ശരിയാണ്, സ്വന്തം കഴിവിലും ആത്മവിശ്വാസത്തിലൊക്കെ
അതിര് കടന്നൊരു അഹങ്കാരം എനിക്കുണ്ടായിരുന്നു. അതിനുള്ള തിരിച്ചടിയാവും ഈശ്വര ഇപ്പം ഇങ്ങനെ തന്നത്. അപ്പോൾ ഒരു പരീക്ഷയിൽ തോറ്റാൽ, ഇനി അവളുടെ ഒരു റിലേഷൻ ബ്രേക്കപ്പ് ആയാൽ, അതുപോട്ടെ, ഇനി അവൾക്കൊരു അസുഖം വന്നാൽ പോലും അതെല്ലാം വളരെ ഈസിയായി മാനേജ് ചെയ്യാനും ഓവർകം ചെയ്യാനും എനിക്ക് പറ്റിയേനെ. പക്ഷേ അതുപോലെ നല്ലല്ലോ ഈ ഇഷ്യൂ. നമ്മുടെ പരിധിക്കപ്പുറമുള്ള ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ വിശ്വസിച്ചു പോവും. ഞാൻ പറഞ്ഞല്ലോ, അപ്പുവിൻ്റെ കാര്യത്തിൽ എനിക്ക് മാർഗമല്ല, എൻ്റെ ലക്ഷ്യമാണ് പ്രധാനം. അതിനുവേണ്ടി ഇതുവരെ പരിചിതമല്ലാത്ത പല കാര്യങ്ങളും ഞാൻ വിശ്വസിച്ചെന്നും പരീക്ഷിച്ചെന്നും ഇരിക്കും. ജനിച്ച ജെൻഡറിൽ തന്നെ അവളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനപ്പുറം ഒരു സെന്റിമെന്റ്സും ഒരു സോഫ്റ്റ് കോർണറും എനിക്ക് ആരോടും ഒന്നിനോടുമില്ല. അതിനുവേണ്ടി ഈ വീടെന്നല്ല, വേണ്ടി വന്നാൽ ഈ നാട് തന്നെ ഉപേക്ഷിച്ചു പോവാൻ ഞാൻ തയ്യാറായെന്നിരിക്കും. അത് മറക്കണ്ട.